റബിഹ ഷുഹൈബ് മദീന പള്ളിയിൽ നിന്ന് അങ്ങേ അറ്റത്ത് ഒരു മുട്ടുസൂചി പോലെ ഒരു മനുഷ്യൻ നടന്നു വരുമ്പോൾ മരുഭൂമിയിൽ അങ്ങനെയാണല്ലോ തോന്നുക. വളരെ അകലുണ്ടെങ്കിൽ ഒരു മുട്ടുസൂചിന്റെ വലിപ്പേ ഉണ്ടാവുള്ളൂ. അത് കണ്ടപ്പോൾ തന്നെ മദീനത്തെ പള്ളിയിൽ നിന്ന് റസൂല പറയാൻ തുടങ്ങി, റബിഹ ഷുഹൈബ്, ഷുഹൈബ് വലിയ ലാഭവുമായി വരുന്നു. പ്രവാചകന്റെ കൂടെ ഹിജ്റ വരാൻ സാധിച്ചില്ല. പ്രവാചകനും സ്വഹാബും മക്കയിലെത്തിയതിൻ്റെ ശേഷമാണ് പോകുന്നത്. അപ്പോൾ ആ വരവ് ഇങ്ങനെ കണ്ടപ്പോൾ ആളല്ല പറഞ്ഞു കൊടുത്തതാ, അതാ ഷുഹൈബ് വരുന്നുണ്ട് വലിയ ലാഭമായിട്ടാണ്. അപ്പോൾ വലിയ ലാഭമായിട്ട് വരിക എന്ന് പറഞ്ഞാൽ വലിയ കെട്ടും മാറാപ്പും സാധനമൊക്കെ ഇട്ട് വരിക എന്നാണല്ലോ നമ്മൾ വിചാരം. അപ്പം എല്ലാവരും അങ്ങോട്ട് നോക്കി. അങ്ങനെ ആ മുട്ടുസൂചി പോലുള്ള രൂപം വളർന്ന് വലുതായി പള്ളിക്ക് ഇങ്ങോട്ട് കയറിയപ്പോൾ എന്തെത്താ കോലം നരങ്ങൾ, ഒരു പരിക്കം, ഒരു തോർത്ത്, ഒരു പുതപ്പ് 2 കഷ്ണാക്കി, ഒന്ന് ഉടുത്തിക്കണ്, ഒന്ന് പുതച്ചിക്കണ്. എന്ത് ലാഭം! ഇയാളെന്താ കൊണ്ടുവന്ന് ഒരു മണ്ണാങ്കട്ടിയില്ല. എത്തിപ്പോ റസൂൽ പറഞ്ഞു, റബിഹ ഷുഹൈബ്. ആരാ ഷുഹൈബ്? റോമിൽ നിന്ന് വന്ന് അറേബ്യയിൽ താമസമാക്കി കച്ചവടം ചെയ്ത് പൊന്ന് വളയിച്ച ആളാണ്. കോടിക്കണക്കിന് ദിർഹം ഹിജ്റ പോകുമ്പം എല്ലാം ബന്ധാക്കി ഒരു വീട്ടിനുള്ളിൽ കുഴിച്ചിട്ട് പോകുമ്പം ശത്രുക്കൾ തടഞ്ഞു വെച്ചു. ഒരു കാര്യം ചെയ്യും, സമ്പത്ത് കൊണ്ടാൻ പറ്റൂല, ഒക്കെ ഈ ഞങ്ങളെ നാട്ടിൽ നിന്നുണ്ടാക്കിയതാ. ഞങ്ങളെ നാട് പറ്റൂലെങ്കിൽ നാട്ടിൽ നിന്നുണ്ടാക്കിയ പൈസയും പറ്റൂല, ഈ വൈക്കോ പൈസ പടർന്നു. ആ കോടിക്കണക്കിന് ദിർഹമാണ്ട് കൊടുത്തു. അവസാനം ഒറ്റ വാഹനം ഒട്ടകപ്പുറത്ത് ഒട്ടകവും പെടുന്ന് വാങ്ങിയതാ, അതും അടക്കട്ടെ ഇറങ്ങി വന്ന് തുണിയും കുപ്പായും കഴിച്ച്. ഇനി എന്താ ബാക്കിയുള്ളത്? ഓല കൊടുത്തൊരു പുതപ്പ് 2 കഷ്ണാക്കി, ഒന്നെടുത്ത് ഒന്ന് പുറപ്പ്. ഈ മനുഷ്യൻ വരുമ്പോൾ ആ പ്രവാചകൻ റബിഹ ഷുഹൈബ് കോടിക്കണക്കിന് ദിർഹമും സമ്പാദ്യം മുഴുവൻ ഇട്ടെറിഞ്ഞിങ്ങോട്ട് പോകുന്ന മനുഷ്യന്മാർ. അങ്ങനെ എന്തൊക്കെ ചരിത്രം! അവരോടൊരിക്കലും പ്രവാചകൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഖാരിബു സദ്ദിദു അമലു. ഖാരിബു, ഇനിയും നിങ്ങൾ അല്ലാഹുലേക്ക് അടുക്കണം. ഇനി എവിടുക്ക അടുക്കണം നിങ്ങൾ പറഞ്ഞേരി. നമ്മളെ കഥല്ല, ആ മുമ്പിലിരിക്കുന്ന ഓഡിയൻസ് ഇനി ഏത് രൂപത്തിലാണ് അടുക്കേണ്ടത് നിങ്ങൾ പറഞ്ഞേരി. അൻസാറുകൾ വീട് 2ആക്കിയില്ലേ, ഭാര്യമാരെ 2ആക്കിയില്ലേ, കച്ചവടം 2ആക്കിയില്ലേ, കൃഷിഭൂമി പകുത്ത് നൽകിയില്ലേ, കരള് പകുത്ത് നൽകിയില്ലേ. ഇനി ഓലെന്താ ചെയ്യേണ്ടത് നിങ്ങൾ പറയും? ഇറങ്ങി പോണ വീട്ടിൽ നിന്ന് ഓലയുടെ താമസിക്കുക. ഈ വരുന്ന മുഹാജിറുകളെ ഓരോരുത്തർ സ്വീകരിച്ച് വീട്ടിൽ കൊണ്ടുപോയി അവരെ വീട് 2ആക്കിയില്ലേ.